السلام عليكم ورحمة الله وبركاته. الحمد لله وكفى والصلاة والسلام على نبيه المصطفى وعلى آله وصحبه أجمعين أما بعد. ഏറെ സ്നേഹം നിറഞ്ഞവരെ, ഒരുപാട് ജനാസകൾക്ക് സാക്ഷ്യം വഹിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. മരണപ്പെട്ട് കിടക്കുന്ന ഒരു മനുഷ്യനെ സന്ദർശിച്ചവരും ആ ജനാസ കണ്ട് തിരിച്ചു പോരുമ്പോൾ ഒരുപാട് ചിന്തകൾ ആ ജനാസയെക്കുറിച്ച് പലപ്പോഴും നമ്മുടെ ചിന്തകളിലേക്ക് വരാറുണ്ട്. ആ ജനാസയും കൊണ്ട് പള്ളിയിലേക്ക് നടന്നു പോകുമ്പോഴും മയ്യത്ത് നമസ്കാരം നിർവഹിക്കുമ്പോഴും ആ മയ്യത്തിനെ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോഴും ഖബറിൽ ഇറക്കി വച്ചതിന് ശേഷം തസ്ബീത്ത് ചൊല്ലി തിരിച്ചു പോരുമ്പോഴുമൊക്കെ നമ്മുടെ മനസ്സുകളിൽ പല ചിന്തകളും ആ മയ്യത്തിനെ കുറിച്ച് വരാറുണ്ട്. പ്രധാനമായും രണ്ട് രൂപത്തിലാണ് ആ ജനാസയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുള്ളത്. ജീവിതകാലത്ത് നല്ലത് മാത്രം ചെയ്ത മനുഷ്യനാണെങ്കിൽ അവനെക്കുറിച്ച് നമ്മൾ നല്ലത് പറയും. നല്ല മനുഷ്യനായിരുന്നു, എപ്പോൾ കണ്ടാലും ചിരിക്കുന്നവനായിരുന്നു, അതുപോലെ തന്നെ പാവപ്പെട്ടവരെ സഹായിക്കുന്നവരായിരുന്നു, എല്ലാ നന്മകളിലും മുൻപന്തിയിലുള്ള ആളായിരുന്നു എന്നൊക്കെ നമ്മൾ ചിലരെക്കുറിച്ച് പറയാറുണ്ട് അവരുടെ മരണത്തിന് ശേഷം. എന്നാൽ ചിലരെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ മോശം ചിന്തകളാണ് വരാറുള്ളത്. എപ്പോഴും ആളുകളോട് ഈർഷ്യതയോടുകൂടി ദേഷ്യത്തോടു കൂടി സംസാരിക്കുന്ന ആളായിരിക്കും, ചെറിയ കാര്യങ്ങൾക്ക് പോലും വഴക്കുണ്ടാക്കുന്ന ആളായിരുന്നു എന്നിങ്ങനെ നമ്മൾ ചിലപ്പോൾ പുറത്ത് പറയാൻ മടിക്കാറുണ്ട്. എങ്കിലും നമ്മുടെ മനസ്സിൽ അയാളെക്കുറിച്ച് ചിലപ്പോൾ അയാളുടെ മരണത്തിന് ശേഷം അങ്ങനെയായിരിക്കും നമ്മുടെ ചിന്ത വരാറുള്ളത്. എന്നാൽ നമ്മളും നാളെ ഇതുപോലെ ഒരു മയ്യത്തായി കിടക്കേണ്ടവരാണ്. മരണമെന്ന അലംഘനീയമായ സത്യത്തിന് മുമ്പിൽ കീഴൊതുങ്ങേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ മയ്യത്ത് കണ്ട് ആളുകൾ തിരിച്ചു പോകുമ്പോൾ ഇങ്ങനെ രണ്ടാലൊരു അഭിപ്രായം നമ്മെക്കുറിച്ച് നാളെ പറയില്ലേ? നമ്മൾ നല്ലവരായിരുന്നുവെങ്കിൽ അവൻ നല്ലവനായിരുന്നു എന്നും അവൾ നല്ലവളായിരുന്നു എന്നും, എന്നാൽ ആ മനുഷ്യൻ ചീത്ത മനുഷ്യനായിരുന്നെങ്കിൽ ആളുകളോടുള്ള പെരുമാറ്റവും സ്വഭാവമൊക്കെ അത്ര വേണ്ട നല്ല വിധത്തിലല്ല അവൻ്റെ ജീവിതകാലത്ത് ഉണ്ടായിരുന്നത് എങ്കിൽ നമ്മെക്കുറിച്ചും നാളെ മോശം പറയും. ഈ പറച്ചിലിന് ഇസ്ലാമികപരമായി ഒരുപാട് ഗൗരവങ്ങളുണ്ട്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കുകയാണ്. ആ സമയത്ത് മുറ ബി ജനാസത്തിൻ ഫഉസ്നിയ അലൈഹാ ഖൈറ, ഒരു ജനാസ ഞങ്ങളുടെ സമീപത്തു കൂടെ കടന്നുപോയി. ഞങ്ങളൊരു ജനാസക്ക് സാക്ഷ്യം വഹിച്ചു. ആ സമയത്ത് ഞങ്ങൾ ആ മയ്യത്തിനെക്കുറിച്ച്, ആ ജനാസയെക്കുറിച്ച് ഒരുപാട് നന്മകൾ പറയാൻ തുടങ്ങി. ഈ സമയത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വജബത്ത് വജബത്ത് വജബത്ത്, നിർബന്ധമായി നിർബന്ധമായി നിർബന്ധമായി. അല്പസമയം കഴിഞ്ഞപ്പോൾ മറ്റൊരു ജനാസയും ഞങ്ങളുടെ അടുക്കലൂടെ കടന്നുപോയി. ഫഉസ്നിയ അലൈഹ ഷറ, ഞങ്ങൾ ആ മയ്യത്തിനെക്കുറിച്ച്, ആ ജനാസയെക്കുറിച്ച് വളരെ മോശമായ ചില അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി, നല്ലതല്ലാത്ത ചില അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വജബത്ത് വജബത്ത് വജബത്ത്, നിർബന്ധമായി നിർബന്ധമായി നിർബന്ധമായി. ഈ രണ്ട് കാഴ്ചകളും കണ്ട മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലയോ പ്രവാചകരെ, ഒരു മയ്യത്ത് കടന്നു പോയപ്പോൾ അയാളെക്കുറിച്ച് ഞങ്ങൾ നന്മ പറയുകയുണ്ടായി. മറ്റൊരു മയ്യത്തിനെയും കൊണ്ട് ആളുകൾ കടന്നു പോയപ്പോൾ ആ മയ്യത്തിനെക്കുറിച്ച് നല്ലതല്ലാത്ത ചില അഭിപ്രായ പ്രകടനങ്ങളും ഞങ്ങൾ നടത്തി. ഈ സമയത്തൊക്കെ താങ്കൾ വജബത്ത് 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 എന്ന് പറയാനുള്ള കാരണം എന്താണ്? അപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു, മൻ അസ്നൈതും അലൈഹി ഖൈറുൻ വജബത്ത് ലഹുൽ ജന്ന, ഏതെങ്കിലും ഒരു ജനാസയെക്കുറിച്ച് നിങ്ങൾ നന്മ പറഞ്ഞാൽ അവൻ സ്വർഗ്ഗം നിർബന്ധമായി ആ മയ്യത്തിന്. വമൻ അസ്നൈതും അലൈഹി ഷർറ, ഏതെങ്കിലും ഒരു മയ്യത്തിനെ കുറിച്ച് നിങ്ങൾ മോശമാണ് പറയുന്നത് എങ്കിൽ വജബത്ത് ലഹുൻ നാർ, ആ മയ്യത്തിന്, ആ ജനാസക്ക് നരകമാണ് നിർബന്ധമാകുന്നത്. എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻതും ശുഹദാഉ ലില്ലാഹി ഫിൽ അർളി, 3 തവണ പ്രവാചകൻ ഇത് ആവർത്തിച്ചു, നിങ്ങൾ ഭൂമിയിലെ അള്ളാഹുവിൻ്റെ സാക്ഷികളാണ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ നന്മ ചെയ്താലും തിന്മ ചെയ്താലും അതിന് സാക്ഷികളായ മനുഷ്യന്മാരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ സ്വാഭാവികമായിട്ടും
ആ ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളെക്കുറിച്ച് നന്മയോ തിന്മയോ പറയുക സ്വാഭാവികമാണ്. അതുകൊണ്ട് നാളെ ഇത്തരത്തിലൊരു സാഹചര്യം അഭിമുഖീകരിക്കാനുള്ളവരാണ് നമ്മൾ. ജീവിതകാലത്തും മരണത്തിന് ശേഷവും നമ്മെക്കുറിച്ച് ആളുകൾ നല്ലത് പറയണം. അതിനർത്ഥം നന്മ പറയാൻ വേണ്ടി നമ്മൾ റിയാഇൻ്റെ പണിയെടുക്കണമെന്നല്ല, ആളുകളെ കാണിക്കാൻ വേണ്ടി പ്രവർത്തനം ചെയ്യണമെന്നല്ല പറഞ്ഞതിൻ്റെ ഉദ്ദേശം. മറിച്ച് സ്വാഭാവികമായി നമ്മുടെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് ആളുകൾ നമ്മെക്കുറിച്ച് നല്ലത് പറയണം. നമ്മളങ്ങനെ ആഗ്രഹിച്ചിട്ടില്ലെങ്കിലും സ്വാഭാവികമായിട്ട് അങ്ങനെ അവർ പറയണം. അതിന് ആദ്യമായിട്ട് നമ്മളെക്കുറിച്ച് ആരാണ് നല്ലത് പറയേണ്ടത്? നമ്മുടെ വീട്ടിൽ കഴിയുന്ന ആളുകളാണ്, നമ്മുടെ ഇണകളാണ്, നമ്മുടെ മക്കളാണ്. നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നിയായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ. അവർ മരിച്ചതിന് ശേഷവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിയെക്കുറിച്ച് നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഞാൻ ഖദീജ ബീവിയെ കണ്ടിട്ട് പോലുമില്ല, പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖദീജ ബീവിയെക്കുറിച്ച് കൂടുതലായി എപ്പോഴും പറയുന്നത് കൊണ്ട് അവരുടെ മരണത്തിന് ശേഷവും അവരെ ഇങ്ങനെ പുകഴ്ത്തി പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് അല്പമൊക്കെ ഈർഷ്യത ഖദീജ റളിയല്ലാഹു അൻഹയോട് തോന്നാറുണ്ടായിരുന്നു. നോക്കൂ നിങ്ങൾ, ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടതിന് ശേഷവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖദീജ ബീവിയെ നല്ല രൂപത്തിൽ ഓർക്കാറുണ്ടായിരുന്നു. വീട്ടിൽ എന്തെങ്കിലും വിശേഷങ്ങളുണ്ടാകുമ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹയുടെ സുഹൃത്തുക്കൾക്ക് കൂടി കൂട്ടുകാരികൾക്ക് കൂടി അത് കൊടുക്കാറുണ്ടായിരുന്നു, വിഭവങ്ങൾ കൊടുക്കാറുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മരിച്ചതിന് ശേഷവും അവരെ നല്ലത് മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർത്തത്. അതുപോലെ തന്നെ നമ്മെക്കുറിച്ച് നല്ലത് ഓർക്കേണ്ടവരാണ് നമ്മുടെ അയൽവാസികൾ. അയൽവാസികൾ നമ്മെക്കുറിച്ച് നല്ലത് ഓർക്കുമോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ഒരിക്കൽ ഒരു സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് കൈഫ ലി അൻ അഅലമ ഇദാ അഹ്സൻതു ഔ അസഅതു, ഞാൻ നല്ലൊരു മനുഷ്യനാണോ അതല്ല ചീത്ത ഒരു മനുഷ്യനാണോ എന്ന് എനിക്ക് എന്നെക്കുറിച്ച് എങ്ങനെ സ്വയം വിലയിരുത്താം? എനിക്കെങ്ങനെ ഞാൻ നല്ലവനാണോ ചീത്തവനാണോ എന്ന് എനിക്കെങ്ങനെ മനസ്സിലാക്കാം എന്ന് ഒരു സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സമിഅത ജീറാനക യഖൂലൂന ഖദ് അഹ്സൻത, നിന്നെക്കുറിച്ച് നിൻ്റെ അയൽവാസികൾ നല്ലത് പറയുന്നതായി നീ കേട്ടാൽ ഫഖദ് അഹ്സൻത, എങ്കിൽ നീ മനസ്സിലാക്കിക്കോ നീ നല്ലവനാണ്. നേരെ മറിച്ചോ വൈദാ സമീഅതും യഖൂലൂന ഖദ് അസഅത, ഇനി അവർ നിന്നെക്കുറിച്ച് മോശമാണ് പറയുന്നത് നീ കേട്ടതെങ്കിലോ മനസ്സിലാക്കിക്കോ നീ ചീത്ത മനുഷ്യനാണ്. അപ്പോൾ അയൽവാസികൾ നമ്മെക്കുറിച്ച് നല്ലത് പറയണം, നാട്ടുകാർ മുഴുവനും നമ്മെക്കുറിച്ച് നല്ലത് പറയണം. അതിന് നമ്മൾ അവരോടുള്ള പെരുമാറ്റങ്ങളും കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ അവരെ കാണാൻ വേണ്ടി പ്രവർത്തിക്കുകയല്ല, നേരെ മറിച്ച് നമ്മൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ കണ്ടിട്ട് സ്വാഭാവികമായിട്ട് അവർ പറയണം ഈ മനുഷ്യൻ നല്ലവരായിരുന്നു. അതുകൊണ്ട് മനുഷ്യന്മാർ നമ്മെക്കുറിച്ച് നമ്മുടെ ജീവിതകാലത്തും മരണത്തിന് ശേഷവും നന്മ പറയണമെങ്കിൽ 2-3 സംഗതികൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ സ്വഭാവം നന്നാക്കുക എന്നുള്ളതാണ്. സ്വഭാവം നന്നായ ഒരു മനുഷ്യനെ ആളുകൾ ജീവിതകാലത്തും മരണത്തിന് ശേഷവും ഓർക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ ഷൈഇൻ അഫ്കലു ഫീ മീസാനിൽ മുഅ്മിനി യൗമൽ ഖിയാമ മിൻ ഖുലുഖിൻ ഹസനിൻ, ഒരു മനുഷ്യൻ്റെ തുലാസിൽ നാളെ പാരത്രിക ലോകത്ത് അവൻ്റെ സൽസ്വഭാവത്തെക്കാളും കനം തൂങ്ങുന്ന മറ്റൊന്നുമില്ല. അപ്പോൾ സൽസ്വഭാവത്തിന് വലിയ സ്ഥാനമാണ് ഇസ്ലാമിൽ. അതുകൊണ്ട് തൗഹീദുള്ള മനുഷ്യന്മാർ, യഥാർത്ഥ രൂപത്തിൽ കർമ്മം ചെയ്യുന്ന മനുഷ്യന്മാർ അവരുടെ സ്വഭാവവും കൂടി നന്നാക്കേണ്ടതുണ്ട്. പ്രവാചകൻ അങ്ങനെയായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് താങ്കൾ ജനങ്ങളോട് സൗമ്യമായി പെരുമാറിയത്. വലൗ കുന്ത ഫല്ലൻ ഗലീദൽ ഖൽബി, നീയെങ്ങാനും പരുഷ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നുവെങ്കിൽ ആളുകൾ നിന്നിൽ നിന്ന് അകന്നു പോകുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവം അപ്രകാരമായിരുന്നു. ആദർശ വിരോധികൾ പോലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച് മോശമായി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആളുകൾ ജീവിതകാലത്തും മരണശേഷവും നമ്മെക്കുറിച്ച് നല്ലത് പറയണമെങ്കിൽ നമ്മുടെ സ്വഭാവം നന്നാക്കണം. രണ്ടാമത്തെ ഒരു സംഗതി, ആളുകൾക്ക് നന്മ മാത്രം എപ്പോഴും ചെയ്യണം. ആളുകളെ ഉപദ്രവിക്കാതിരിക്കുക എന്നതിനപ്പുറം അവർക്ക് നന്മ മാത്രം ചെയ്യുക എന്നുള്ളതാണ് ജീവിതകാലവും മരണശേഷവും നമ്മെ ഓർക്കാനുള്ള മറ്റൊരു മാർഗം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്വഹാബി ചോദിച്ചു, അയ്യുന്നാസി അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുവിന് മനുഷ്യന്മാരിൽ ഏറ്റവും ഇഷ്ടമുള്ള ആളുകളാരാ? അപ്പോൾ
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബുന്നാസി ഇലല്ലാഹി തആല അൻഫഅഹും ലിന്നാസ്. ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ആളുകളോടാണ് അള്ളാഹിന് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമതായി ജീവിതകാലത്തും മരണത്തിന് ശേഷവും ആളുകൾ നമ്മെ ഓർക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ജനങ്ങളുടെ പക്കലുള്ളത് മോഹിക്കാതിരിക്കുക എന്നുള്ളതാണ്. ജനങ്ങളുടെ അടുക്കലുള്ളത് അവരുടെ ധനമാകട്ടെ മറ്റേത് സമ്പത്താകട്ടെ അത് മോഹിക്കാതിരിക്കലാണ് ജനങ്ങൾ നമ്മെ ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനുമുള്ള മറ്റൊരു മാർഗം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്വഹാബി ചോദിച്ചു, ദുല്ലനി അല അമലിൻ ഇദാ അന അമിൽതുഹു അഹബ്ബനി അല്ലാഹ് വ അഹബ്ബനി അന്നാസ്. അള്ളാഹും ജനങ്ങളും എന്നെ ഇഷ്ടപ്പെടാൻ പര്യാപ്തമായ ഒരു അമൽ എനിക്ക് പറഞ്ഞു തരാമോ എന്ന് സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു കൊടുത്തത്, ഇസ്ഹദ് ഫിദ്ദുന്യ യുഹിബ്ബുകല്ലാഹ്. നീ ഇഹലോകത്തിൻ്റെ വിഷയത്തിൽ വിരക്തി കാണിക്കുക, എങ്കിൽ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ വസ്ഹദ ഫീമാ ഇൻദന്നാസ് യുഹിബ്ബുകന്നാസ്. ജനങ്ങളുടെ കയ്യിലുള്ളത് നീ മോഹിക്കാതിരിക്കുക, എങ്കിൽ ജനങ്ങളും നിന്നെ ഇഷ്ടപ്പെടും. ചുരുക്കി പറഞ്ഞാൽ ജീവിതകാലത്തും മരണത്തിന് ശേഷവും നമ്മെക്കുറിച്ച് ആളുകൾ നല്ലത് പറയണം. അതിന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. സ്വഭാവം നന്നാക്കലും ആളുകൾക്ക് ഉപകാരം ചെയ്യലും അതുപോലെ തന്നെ ജനങ്ങളുടെ കയ്യിലുള്ളത് മോഹിക്കാതിരിക്കലുമാണ്. ഇങ്ങനെ നല്ലവരായി ജീവിക്കുവാനും മരണപ്പെട്ടതിന് ശേഷവും മറ്റുള്ളവരാൽ ഓർക്കപ്പെടാനും നമ്മൾ അതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിനുള്ള തൗഫീക്കിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.